അപ്പോൾ നമ്മുടെ 7 days പവർഫുൾ ഫിറ്റ്നസ് ചാലഞ്ചിന്റെ ഡേ 1 ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നമ്മൾ വർക്കൗട്ട് അഥവാ എക്സസൈസ് ചെയ്യുന്ന ഇൻബിറ്റ്വീനിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അസ്വാഭാവിക തോന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വർക്കൗട്ട് നിർത്തുക. അഡ്വൈസ് പ്രകാരം മാത്രം മുന്നോട്ട് പോവുക. സെക്കൻഡ് വണ്, നിങ്ങൾ വെള്ളം കുടിക്കുന്നതും ബ്രീത്ത് എടുക്കുന്നതും ആരും കൺഫ്യൂഷൻ ആവണ്ട. ദാഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വെള്ളം കുടിക്കുക, നമ്മൾ സാധാരണ ലൈഫ് സ്റ്റൈലിൽ ചെയ്യുന്ന പോലെ തന്നെ. കുറേ കുടിക്കരുത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം, ദാഹം മാറ്റാൻ മാത്രം. സെക്കൻഡ് വണ്, നമ്മളെ ബ്രീത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, വെരി കോമൺ ആയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമോ റെഗുലർ ആയിട്ടുള്ള അതുപോലെ തന്നെ നിങ്ങൾ കണ്ടാൽ മതി ബ്രീത്തിനെ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു ചെയർ വേണം, മേക്ക് ഷുവർ ചെയ്യുക. അല്ലെങ്കിൽ ഈ ചെയറിൻ്റെ ഹൈറ്റുള്ള എന്തായാലും മതി. റെഡി? അപ്പോൾ നമുക്ക് വാമപ്പ് സ്റ്റാർട്ട് ചെയ്യല്ലേ. ഞാൻ ചെയ്യുന്ന എല്ലാ എക്സസൈസും 10 times ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ബാക്ക്. 1 2 3 4 5 6 7 8 9 10. നെക്സ്റ്റ്. 1 2 3 4 5 6 7 8 9 10. Next. 1 2 3 4 5 6 7 8 9 10. Next. 1 2 3 4 5 6 7 8 9 10. Next neck, up down. 1 2 3 4 5 6 7 8 9 10. Next, side to side. 1 2 3 4 5 6 7 8 9 10. Next. 1 2 3 4 5 6 7 8 9 10. Switch. 1 2 3 4 5 6 7 8 9 10. Next. 1 2 3 4 5 6 7 8 9 10. Next. 1 2 3 4 5 6 7 8 9 10. Switch. 1 2 3 4 5 6 7 8 9 10. Next. 1 2 3 4 5 6 7 8 9 10. Last one. 1 2 3 4 5 6 7 8 9 and 10. അപ്പോൾ ഇതാണ് നമ്മളെ വാമപ്പ്. ഇത് നമ്മളെ മെയിൻ വർക്കൗട്ടിൻ്റെ മുന്നേ ചെയ്യുന്ന എക്സസൈസ് ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 12 റെപ്പിറ്റേഷൻ ചെയ്യാം. റൈറ്റ്. അപ്പ്. 1 2 3 4 5 6 7 8 9 10 11 12. Next. 1 2 3 4 5 6 7 8 9 10 11 12.
റെസ്റ്റ് ചെയ്യുക 45 സെക്കൻഡ്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ദാഹിക്കുമ്പം വെള്ളം കുടിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. ചെറിയ രീതിയിൽ കുടിക്കുക, ദാഹം മാറ്റുക. കുറേ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിസ്റ്റർബ് ആവും. അതുപോലെ തന്നെ ബ്രീത്ത് നമ്മൾ ചില ആളുകൾ യോഗ അല്ലെങ്കിൽ അങ്ങനത്തെ ബ്രീത്ത് എക്സസൈസ് പോലുള്ള ഇതിനെ പ്ലാൻ ചെയ്യും. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ സാധാരണ ലൈഫിൽ എന്തൊക്കെയോ ചെയ്യോ അതുപോലെ തന്നെ നിങ്ങൾ ബ്രീത്തിനെ കണ്ടാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വേണം നമുക്ക് ചെയർ ആയിട്ടുള്ളതാണ്. അപ്പം ഞാനൊരു ഡെമോ കാണിക്കാം. ചെയർ ഇവിടെ വെക്കാം. റെഡി? ഇതാണ് കേട്ടോ നമ്മൾ എക്സസൈസ്. സ്ലോലി ചെയ്താൽ മതി. റെഡി? സ്റ്റാർട്ട് ചെയ്യാം. 15 നമ്പേഴ്സാണ്. 1 1 2 2 3 3 4 4 5 5 6 6 7 7 8 8 9 9 10 10 11 11 12 12 13 13 4 4 5 and 5. റെസ്റ്റ് ചെയ്യുക 45 സെക്കൻഡ്സ്. ഇപ്പം ഞാനിവിടെ ചെയ്തത് 15 റെപ്പിറ്റേഷനാണ്. അപ്പം നിങ്ങൾക്ക് ഈ 15 ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 8 9 10 ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുക. ബാക്കിയുള്ളത് നെക്സ്റ്റിൽ ചെയ്യുക അപ്പം തന്നെ. ഞാനൊന്ന് മൂവ് ചെയ്യിക്കുന്നുണ്ട്. നെക്സ്റ്റ്. നെക്സ്റ്റ് ഞാൻ ഡെമോ ചെയ്യാം. സൈഡ് ലഞ്ച് ആൻഡ് ട്വിസ്റ്റ്. 1 1. റെഡി? ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 1. 12 റെപ്പിറ്റേഷൻ ആണ്. 2 2 3 3 4 4 5 5 6 6 7 7 8 8 9 9 10 10 11 11 12 and 12. Rest ചെയ്യുക. Again 45 seconds. അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുമ്പം എന്തെങ്കിലും അസ്വാഭാവിക തോന്നാണ്. പല രീതിയിലുള്ള ആളുകൾ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം അതുപോലെയുള്ള അസ്വാഭാവിക തോന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും വർക്കൗട്ട് നിർത്തിയിട്ട് അഡ്വൈസ് പ്രകാരം മാത്രം മുന്നോട്ട് പോവുക. ചിലർക്ക് ബാക്ക് ഇഷ്യൂസ് ഉണ്ടാവും, ഷോൾഡർ ഇഷ്യൂസ്, നെക്ക് പെയിന്, നീ ഇഷ്യൂസ്, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കെതുക്കുന്നത് നമുക്ക്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ ഒറ്റയടിക്ക് ഈ 7 ദിവസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആവുക അല്ലെങ്കിൽ ഫിറ്റ്നസിൻ്റെ എക്സ്ട്രീം ലെവലിൽ നേടാമെന്നുള്ളതല്ല ഉദ്ദേശം. നമ്മളൊരു പ്രോപ്പർ വേല് ഈ ഫിറ്റ്നസ് നേടാൻ വേണ്ടി മുന്നോട്ടേക്ക് പോവാണ്. റെഡി? നമ്മളെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 1 2 3 4 5 6 7 8 9 10 11 and 12. Rest again 45 seconds. അതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളെ ഫോം. ഓരോ എക്സസൈസ് ചെയ്യുന്നതും നിങ്ങളെ ഫോം റെഡിയാണെന്ന്. ഫോം ചെറിയ പ്രശ്നങ്ങളുടെ വിഷയമല്ല, പക്ഷെ
നമ്മൾ റോങ് ആയിട്ട് ചെയ്യുന്നുണ്ടോ മേക്ക് ഷുവർ ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മുടെ എക്സസൈസ് ട്വിസ്റ്റ് ആണ് കേട്ടോ, സെക്കൻഡിൽ വരുന്നത് ഇതാണ് നെക്സ്റ്റ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ 45 സെക്കൻഡിൻ്റെ കൂടുതൽ റെസ്റ്റ് എടുക്കുക, ഒരു കുഴപ്പമില്ല. നമ്മളൊരു ജനറൽ ആയാലും ബേസിക് ആയിട്ടുള്ള ഒരു പീരീഡ് അത് കാണിക്കുന്നത്. റെഡി, സ്റ്റാർട്ട്. 1 2 2 2 3 3 4 4 5 5 6 6 7 7 8 8 9 9 10 10 11 11 12 and 12. അഗൈൻ റെസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ നമ്മൾ ചെയറിലാണ്. ഈ ചെയർ എക്സസൈസ് ചെയ്യുമ്പോൾ ഈ ഹൈറ്റുള്ള എന്തെങ്കിലും ആയാൽ മതി കേട്ടോ. ചെയർ തന്നെ നിർബന്ധമില്ല, ബെഡ് ആവാം, അതുപോലെ തന്നെ നമ്മളെ ബെഞ്ചാവാം, എന്തെങ്കിലും ഡെക്കാവാം. ഇനി കുറച്ച് ഹൈറ്റിൻ്റെ ഡിഫറൻസിൻ്റെ ഒരു പ്രശ്നമില്ല. റെഡി, ഞാൻ വീണ്ടും ഡെമോ കാണിക്കാം. ഇതാണ് ആ എക്സസൈസ്. റെഡി, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട്. 1 1 2 2 3 3 4 4 5 5 6 6 7 7 8 8 9 9 10 10 11 11 12 12 13 13 4 4 5 and 5. അഗൈൻ റെസ്റ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും കോമൺ ആയിട്ടുണ്ടാവുന്ന ഡൗട്ടുകളാണ്. വർക്കൗട്ടിൻ്റെ ഇൻബിറ്റ്വീനിൽ ബ്രീത്ത് എങ്ങനെ, വെള്ളം കുടിക്കില്ല എങ്ങനെ. ബ്രീത്ത് വെരി കോമൺ ആണ്. നിങ്ങൾ സാധാരണ നടക്കൽ, സ്റ്റെയർ കയറൽ, മറ്റുള്ള ജോബൊക്കെ ചെയ്യുമ്പോൾ എടുക്കുന്ന അതേ ബ്രീത്ത് തന്നെ ഇതിലും എടുത്താൽ മതി. നെക്സ്റ്റ് നമ്മൾ വെള്ളം കുടിക്കുന്നത്. ദാഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെള്ളം കുടിക്കുക. അത് കുറേ കുടിക്കേണ്ട, ചെറിയ ആ ദാഹം മാറ്റാൻ മാത്രം നിങ്ങൾക്ക് വെള്ളം കുടിക്കുക. എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ് വണ്, വർക്കൗട്ടിൻ്റെ ഇൻബിറ്റ്വീനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വാഭാവിക തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വർക്കൗട്ട് നിർത്തിയിട്ട് അഡ്വൈസ് പ്രകാരം മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. വേറൊരു കാര്യം കൂടെ, നിങ്ങൾ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് പ്രോപ്പർ ഫോമിലാണോ ചെയ്യുന്നതും കൂടെ നിങ്ങൾ നോക്കാം. അപ്പം അതിൻ്റെ ഡെമോ വീണ്ടും ഞാൻ കാണിക്കാം. ഇതാണ് 1 2. ഇത് 12 കഴിഞ്ഞാൽ നെക്സ്റ്റ് 12 ഇത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. റെഡി, 1 2 3 4 5 6 7 8 9 10 11 12. Next 12. 1 2 3 4 5 6 7 8 9 10 11 12. റെസ്റ്റ് ചെയ്യുക. അഗൈൻ നിങ്ങൾ ഈ 7 days ചാലഞ്ച് ഫ്രം ബിഗിനിങ്ങിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഇമ്പോർട്ടൻസ് കാണിക്കുക, അതുപോലെ തന്നെ ചെയ്യുക. ഒരു മാക്സിമം ഇത് നിങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. ഏതൊക്കെ റിസൾട്ട് എന്നല്ല, എന്തൊക്കെ റിസൾട്ട് എന്നല്ല, നിങ്ങൾക്ക് ഫിറ്റ്നസ്സിലേക്കുള്ള നല്ല ഇനീഷ്യേറ്റ് ആയിരിക്കും. കുറേ ആളുകളെ കൺഫ്യൂഷൻ ഒഴിവാകും. പ്രോപ്പറായിട്ടുള്ള ഒരു വേ നിങ്ങൾക്ക് കിട്ടും. നെക്സ്റ്റ് നമ്മൾ ട്വിസ്റ്റ് ആണ് കേട്ടോ. ലാസ്റ്റ് അതിനെ കൊണ്ട് 15 ഈച്ച് ചെയ്യാം. റെഡി അല്ല? യാ. 1 1 2 2 3
3, 4, 4, 5, 5, 6, 6, 7, 7, 8, 8, 9, 9, 10, 10, 11, 11, 12, 12, 13, 13, 4, 4, 5, and 5. Rest ചെയ്യാം 45 seconds. നിങ്ങളെ വർക്കൗട്ടിൽ എന്തെങ്കിലും കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഫോമിൻ്റെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഉണ്ടാവും ഇതിൽ. നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് നോക്കി കോൺടാക്ട് ചെയ്യാം എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും. മേക്ക് ഷുവർ ചെയ്യുക നമ്മൾ ചെയ്യുന്ന ഫോം കറക്റ്റ് തന്നെയാണെന്ന്. നമ്മളെ സ്റ്റാൻഡിങ് എക്സസൈസിലെ ലാസ്റ്റാണ്, 3rd റൗണ്ടിൻ്റെ ലാസ്റ്റാണിത്. വീണ്ടും നമുക്ക് 15 ഈച്ച് തന്നെ ചെയ്യാം. റെഡി, സ്റ്റാർട്ട്. 1, 1, 2, 2, 3, 3, 4, 4, 5, 5, 6, 6, 7, 7, 8, 8, 9, 9, 10, 10, 11, 11, 12, 12, 13, 13, 4, 4, 5, and 5. അപ്പോൾ റെസ്റ്റ് ചെയ്യുക. 45 seconds കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലോർ എക്സസൈസ് ആണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ പോകുന്നത്. നിങ്ങളെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യാം. ഒരു മാറ്റ് ഇടാൻ വെച്ചാൽ ബെറ്റർ ആയിരിക്കും. വേറൊരു കാര്യം കൂടെ, നിങ്ങൾ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് പ്രോപ്പർ ഫോമിലാണോ ചെയ്യുന്നതും കൂടെ നിങ്ങൾ നോക്കാം. നെക്സ്റ്റ് വണ്ണ്, ഓരോ എക്സസൈസും ചിലപ്പോൾ 12 നമ്പർ 15 റെപ്പിറ്റേഷൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് ചെയ്യാം. 7 8 പ്രാവശ്യം ചെയ്യാം, ബാക്കിയുള്ള 15ലേക്ക്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്ലോർ എക്സസൈസ് ആണ്. ഫസ്റ്റ് 3 എക്സസൈസ് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ആയിട്ട് ചെയ്യാം. 10 സെക്കൻഡിന്റെ ബ്രേക്ക് മതി. അതിന്റെ ശേഷം നമുക്കൊരു 45 seconds ബ്രേക്ക് ചെയ്യാം. റെഡി, സ്റ്റാർട്ട്. ഫസ്റ്റ് ജസ്റ്റ് ഫോർഹെഡ് ടച്ച് ചെയ്യാം. 15 റെപ്പിറ്റേഷൻ. 1, 2, 3, 4, 5, 6, 7, 8. നമ്മൾ ഇവിടെ ആണ് കേട്ടോ. കേരള 9, 10, 11, 12, 13, 14, and 15. റെസ്റ്റ് ചെയ്യുക 10 seconds. Ready? Next bridge. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, and 15. റെസ്റ്റ് ചെയ്യുക 10 seconds. നെക്സ്റ്റ് നമ്മളെ ഫോം ഇതാണ്. ഞാൻ ജസ്റ്റ് ഡെമോ എനിക്ക് ഇതാണ്. റെഡി, ഓക്കെ, സ്റ്റാർട്ട്. 1, each 10. 1, 2, 2, 3, 3, 4, 4, 5, 5, 6, 6, 7, 7, 8, 8, 9, 9,
10 and 10. ഇനി 45 seconds റെസ്റ്റ് ചെയ്യുക. സെക്കൻഡ് റൗണ്ട്. റെഡി? ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ ആണ് ഇത് കേളാവുണ്ട്. നമ്മളെ നെക്ക് ന്യൂട്രാക്കി വെക്കുക. നെക്കിൽ എങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കണ്ട. ഇതാണ് ആ ഗെയിം. ഓക്കെ, ജസ്റ്റ് ഇവിടെ ടച്ച് ചെയ്യുക. ഫോർവേഡ്. യാ, റെഡി? 1 അഗൈൻ. 15, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. 10 seconds ബ്രേക്ക് ചെയ്യുക. റെഡി? സ്റ്റാർട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. റെസ്റ്റ് ചെയ്യുക. 10 seconds. അഗൈൻ നമ്മൾ ബെഡ് ഡോഗ്. ഇതും ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഒരു പോസിങ് കൊടുക്കണം. റെഡി? സ്റ്റാർട്ട്. 1, 1, 2, 2, 3, 3, 4, 4, 5, 5, 6, 6, 7, 7, 8, 8, 9, 9, 10 and 10. ഓക്കെ, റെസ്റ്റ് ചെയ്യുക. 45 seconds. ഇത് നമ്മൾ ഈ ഒരു ക്രഞ്ചസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ നെക്കിനെ നിങ്ങൾ ഹാർഡാക്കിയിട്ട് ഇങ്ങനെ പിടിക്കേണ്ട, ടക്ക് ചെയ്ത് പിടിക്കേണ്ട. ജസ്റ്റ് ടോൾ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ആണ് ഇതിന്റെ എഫക്റ്റ് വരുന്നത്. അല്ലെങ്കിൽ കേള് ഇവിടെ ചെയ്യേണ്ടി വരും. ഇത് ഞാൻ ഇവിടെ ടച്ച് ചെയ്തിട്ടോളൂ. എന്താ തല നെറ്റിയിൽ ടച്ച് ചെയ്തിട്ടോളൂ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അഗൈൻ 15 repetition. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. 10 seconds റെസ്റ്റ് ചെയ്യാം. റെഡി? സ്റ്റാർട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 and 15.
അഗൈൻ റെസ്റ്റ് ചെയ്യാം. Bear dog, 10 each side. Yeah, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 and 10. അപ്പോൾ നമ്മളെ മെയിൻ എക്സസൈസ് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ കൂടെയുള്ള കൂൾ ഡൗൺ അഥവാ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്. റെഡി? ഒരു 15 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. Next leg. Yeah, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. Next leg straight ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. Next. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. Yeah. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. Yeah. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. നെക്സ്റ്റ് സ്ട്രെച്ചിങ് നമ്മളെ കാഫ്സിനാണ്. നമ്മളെന്ത് മതിലോ അല്ലെ ഹാർഡായുള്ള എന്ത് സർഫേസ് മൂവ് ചെയ്യാതെ നിൽക്കുക. ഉണ്ടോ? ഹീല് പൊങ്ങാതെ ഇങ്ങനെ പിടിച്ചിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. Okay? Yeah. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ഇത് പൊങ്ങരുത്. 13, 14 and 15. Okay. Okay. നമ്മളെ ഡേ 2 കാണാം. See you.